ശബരിമല വിഷയം വളരെ കത്തി നിൽക്കുന്ന സമയത്ത് ഇലക്ഷൻ തൊട്ടടുത്ത് വരാനിരിക്കുമ്പോൾ CPM അല്പം മങ്ങലിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസും അതിനൊരു വെളിപ്പെടുത്തലും അതിനെ തുടർന്നൊരു അറസ്റ്റിനുള്ള നീക്കവും ഒക്കെ മറ്റ് ചില അറസ്റ്റുകൾ മറയ്ക്കാനാണ് എന്നുള്ളത് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ സംസാരമുണ്ട്. അത് ഒരു നിരീക്ഷണം ശരിയാണെന്നും വലിയ ഒരു വിഭാഗം തന്നെ വിശ്വസിക്കുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരവുമില്ല, മുങ്ങിയിരിക്കുകയാണ്. എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? എന്തായാലും സ്വാഭാവികമായി തന്നെ ഒരു MLA ആണ്, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം, പുറത്തുള്ള ജനങ്ങൾക്കും അറിയാം. അങ്ങനെ ഒരു നേതാവിന് എളുപ്പമല്ല. മുങ്ങൽ ഒരിക്കലും ശാശ്വതമല്ല. മുങ്ങൽ രാഹുലും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. കാരണം ഹൈക്കോടതിയുടെ ഒരു ജാമ്യാപേക്ഷയിലെ തീരുമാനം എന്താണെന്നുള്ളത് അറിയുന്നവരെ ഈ മുങ്ങൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ വന്ന് കീഴടങ്ങുന്നതിന് ചെയ്യും, കേസിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതിന് ചെയ്യും. അതിന് സംശയമൊന്നുമില്ല. അല്ല, വകുപ്പുകൾ അനുസരിച്ച് എന്തായാലും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഈ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ചില സാഹചര്യ കാരണങ്ങൾ ഇതിനകത്ത് കോടതിക്ക് പരിശോധിച്ചാൽ ജാമ്യത്തിന് കൊടുക്കാവുന്ന വിഷയങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ഒരു വിവാഹിതയായ സ്ത്രീയാണെന്നുള്ളതാണ്. അപ്പോൾ വിവാഹിതയായ സ്ത്രീയാകുമ്പോൾ അവരും കുറ്റക്കാരിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.